തവിടിൻ്റെ റൈസിനോട് കഴിച്ചു. തവിടെണ്ണ ഗാമ റൈസിനോട് വെജൊമേഗ അതെല്ലാം കഴിച്ചു. കൊളസ്ട്രോള് 295 240 ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ പറ്റിയത്. പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് അതിൽ കൂടുതലാണ്. പക്ഷെ നേരത്തെ ആദ്യകാലങ്ങളിൽ എനിക്ക് ആരോഗ്യത്തിലൊന്നും അതിന് കൂടുതൽ ശ്രദ്ധ ഉണ്ടായില്ല. ആർസിബിൽ വന്നതിന് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബോധ്യം വന്നത് ഈ ആർസിബിൽ വന്നതിന് ശേഷമാണ്. ഈ തവിടെണ്ണയെ പറ്റി ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് ഞാൻ ആലൂർ ആരോഗ്യ ഹോസ്പിറ്റലിൽ പനിയോ അത് മറ്റേ എന്താണേ ഓർക്കണ്ടേ അതിൻ്റെ 2010 ശേഷമൊക്കെയാണ്. അപ്പോൾ ചെന്നപ്പോൾ അവിടുത്തെ ഫിസിഷ്യൻ അഹമ്മദ് ഡോക്ടർ പറഞ്ഞു തവിടെണ്ണ ഉപയോഗിക്കണം. അപ്പം അന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കൊളസ്ട്രോൾ കൂടുതൽ, വേറെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പം അന്ന് പറഞ്ഞു, അന്ന് പക്ഷേ തവിടെണ്ണ ആർസിബിൻ്റെ തവിടെണ്ണയെ പറ്റിയൊന്നും നമുക്കറിയില്ല. അന്നാണ് എനിക്കൊരു അറിവ് കിട്ടിയത് തവിടെണ്ണയിൽ എന്തൊക്കെയോ ഉണ്ട്. ആ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അന്ന് നമുക്ക് കിട്ടിയ തവിടെണ്ണ ഈ ആർസിബിൻ്റെ അത്രയും പ്യുവറായിട്ടാണോ അല്ലെങ്കിൽ അതിനകത്ത് ഈ കെമിക്കൽ കലർന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും നമുക്ക് ബോധ്യമല്ല. പക്ഷെ അന്ന് ഒറൈസ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് അന്നുണ്ടായി. അതിനുശേഷം ഞാൻ ആ ബ്രാൻഡ് വാങ്ങി വീട്ടിൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്നിങ്ങനെ തവിടിനെ പറ്റി പറഞ്ഞു. പിന്നെ ആർസിഎമ്മിൽ വന്നതിന് ശേഷം നമ്മുടെ ഹെൽത്ത് കാർഡ് പോയത് രാജൻ സാറിൻ്റെ ക്ലാസ്സിൽ നിന്നൊക്കെ ആണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ തവിടെണ്ണയുടെ ഇതുകൊണ്ട് എനിക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ കഴിഞ്ഞു. ഇനിയും അതിനുവേണ്ടി ഇനി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. പിന്നെ നോൺ വെജിൽ നിന്ന് വെജിറ്റേറിയൻ ഫുഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും പറ്റിയിട്ടില്ല. മറ്റു കുടുംബാംഗങ്ങളൊക്കെ ഞാൻ വളരെയധികം പ്രോത്സാഹനം നൽകുന്നുണ്ട്. പുതിയ തലമുറയാണ്. അപ്പോൾ അവർ ഈ പ്രോട്ടീസ് ഇവിടെ ഇല്ല. പ്രോട്ടീസ് എങ്ങനെയായാലും ആഴ്ചയിൽ ഒരെണ്ണമെങ്കിലും ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ വെജ് വൈറ്റിൻ്റെ റെസിപ്പി ഒന്നും അറിയില്ലാത്തതുകൊണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലീഡേഴ്സ് ഈ മാഡത്തിനൊക്കെ നന്നായിട്ട് അറിയാം. ഞങ്ങൾക്കൊന്നും ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ അതാണ് ഒരു എക്സ്പീരിയൻസ്. പിന്നെ എന്താണ് ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഈ ആർസിഎമ്മിൽ വന്നതിന് ശേഷമാണ് ഈ തലയിൽ ഷാമ്പൂ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാമ്പൂ വെറുതെ കിട്ടിയാൽ പോലും ഞാനത് ബൈക്ക് കഴുകാനോ അല്ലെങ്കിൽ വാഹനം അങ്ങനെ കഴുകാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കൊടുക്കുക. കാരണം എനിക്ക് അപ്പോൾ അതിൻ്റെ ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ കെമിക്കലുണ്ടെന്നൊരു ധാരണ എങ്ങനെയോ ഉണ്ടായി. അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ ആർസിഎമ്മിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിലുള്ള ഷാമ്പൂ ഉണ്ടെന്നുള്ള ഒരു അറിവ് ക്ലാസ്സുകളിൽ രാജൻ സാറിൻ്റെ അവസാന ക്ലാസ്സുകളിൽ നിന്നൊക്കെ അറിയാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഷാമ്പൂ, ഫേസ് വാഷ്, പിന്നെ എല്ലാ ഐറ്റംസും ഷേവിംഗ് ക്രീം വരെ ഞാനിപ്പോൾ ആർസിഎമ്മിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ വേറെ എൻ്റെ മരുമകൾക്ക് കഫക്കെട്ട് ഒക്കെ ഉണ്ടായിരുന്നു. കഫം പെരുകിയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നൊരു രീതിയിലേക്ക് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബാബുസാറിനോട് ചോദിച്ചു. ഞാനിവിടെ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് കേൾക്കുമ്പോൾ എല്ലാവരും. അപ്പോൾ ഈ ബാബുസാറ് പറഞ്ഞ് ഇവിടെ പഞ്ചതുളസി ഡ്രോപ്സ്, പിന്നെ S5 പഞ്ചതുളസി, ഇത് രണ്ടും ഉപയോഗിച്ച് ഇത് പൊട്ടിച്ച് ചൂടുവെള്ളത്തിലിട്ട് ആവി പിടിക്കാൻ പറഞ്ഞു. പിന്നെ ഇത് ചൂടുവെള്ളത്തിൽ ഇതിനും ആവി, പിന്നെ ഡ്രോപ്സ് ഇട്ടിട്ട് വെള്ളം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ കഴിച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഓപ്പറേഷനിൽ നിന്ന് ഒഴിവാകാൻ കഴിഞ്ഞു. എൻ്റെ കുടുംബത്തിൽ ഒരംഗത്തിന് അങ്ങനെ ഒരു ഓപ്പറേഷൻ ഒഴിവായി എന്നുള്ളതാണ് ഒരനുഭവം. പിന്നെ നമ്മുടെ പേസ്റ്റ്, ഓൾറൗണ്ടർ പേസ്റ്റ്, ഞാനിത് എൻ്റെ മകന് കൊടുത്തു. ഞാൻ എല്ലാ കുടുംബാംഗങ്ങളും ഇത് തന്നെയാണ് ആർസിഎമ്മിൽ വന്നതിന് ശേഷം ഉപയോഗിച്ചിരുന്നത്. നമ്മുടെ ഓൾറൗണ്ടർ പേസ്റ്റ് ഇത് തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവന് ഈ പല്ലിൻ്റെ ഇടയ്ക്ക് ഇതിന് ബ്ലഡ് വരാം, പിന്നെ പല്ല് വേദന, അങ്ങനെയൊക്കെ സംബന്ധമായിട്ടുള്ള പ്രശ്നം ഇടയ്ക്ക് ദന്തിസ്റ്റിനെ കാണാറുണ്ട്. അവൻ ഇങ്ങോട്ട് ഒരു ദിവസം പറയുക ചെയ്തത് എനിക്കിപ്പോൾ പഴയ പോലെ ആ പ്രശ്നമില്ല, അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴൊന്നും പല്ല് വേദന അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ. അപ്പോൾ അതെനിക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ തന്നെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഈ ആർസിഎമ്മിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയാണ് എന്നെ ആർസിഎമ്മിൽ കൂടുതൽ മറ്റുള്ള ആളുകളോട് പറയാനും മറ്റുള്ളൊരു ഷെയർ ചെയ്യാനൊക്കെ ഉള്ളൊരു താല്പര്യത്തിലേക്ക് എത്തിച്ചത്. ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. പിന്നെ മറ്റ് നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. എല്ലാവരും ഇത്രയും ആളുകൾ നമ്മൾ പരിചയമില്ലാത്ത പലരും ഉണ്ട്. നല്ല രീതിയിൽ ഇവിടെ ശാന്തമായിട്ട് നിന്ന് ഇത് കേൾക്കാനും ഒക്കെ ഉള്ള അവസരം മറ്റുള്ള ഏതൊരു മീറ്റിങ്ങിലോ ഒക്കെ ഉണ്ടെങ്കിലും ഒരു എന്താ പറയുക, മറ്റ് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ആർസിഎമ്മിൽ ഒരു കുടുംബമായിട്ട് അത് അങ്ങനെയുള്ള അനുഭവം ഒക്കെ എനിക്ക് തോന്നി. ഇത്രയൊക്കെ ഉള്ളൂ ഉള്ളത് കുറച്ച് ചെയ്യുന്ന അവസരം ചെയ്യുന്ന അവസാനം ഇതിൻ്റെ സംഘാടകരായ ലീഡേഴ്സിനും നന്ദി. ജയാസി കുടാസി.